broker. Hello. Sylvester here, the OG real estate of Kambasambuk. You got rent house for living together? എന്താ ചേട്ടാ മനസ്സിലായില്ല? Oh my god. നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം കിട്ടിയാണ്. ഓ ചേട്ടൻ എന്നെ വെറുതെ പേടിപ്പിച്ച് കളഞ്ഞു. ഇല്ല ചേട്ടാ ഇതുവരെ ഒന്നും ആയിട്ടില്ല. എൻ്റെ കയ്യിൽ സൽഗുണസമ്പന്നരും മാന്യരുമായ 3 ഓൾഡ് പീപ്പിൾസ് നടത്തുന്ന ഹോം സ്റ്റേകൾ. ആർ യു ഇൻട്രസ്റ്റഡ്? നോക്കാം ചേട്ടാ, പക്ഷെ റെന്റ് എത്രയാ? നിങ്ങൾ ആദ്യം അതൊന്ന് പോയി കാണ്, എന്നിട്ട് അവരോട് സംസാരിക്കും. സിൽവസ്റ്റർ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാൽ ചേട്ടാ ലൊക്കേഷൻ നമ്പർ ഒന്ന് ഇട്ടേക്കാവോ? 3 ഓൾഡ് പീപ്പിൾസ് ആണ്, അവർ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ആ ഓക്കെ ചേട്ടാ. കഴിഞ്ഞു പക്ഷേ 3 പെഗ് അടിച്ചിട്ട് ഐഡിയ ഒന്നും വന്നില്ലല്ലോടാ. കൂടെ 2 ഷവർമ കുത്തിക്കയറ്റി മറന്ന. ആ ഇപ്പൊ ഓർമ്മ വന്ന് കുഴിമന്തി മിസ്സായി. അതാണ് കുഴിമന്തി എങ്കിൽ കുഴിമന്തി. പുതിയ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. കിട്ടി, സാധനം കിട്ടി. അവള് നിന്റെ വീട്ടിലേക്ക് വിളിക്കുമല്ലേ, നീ അവളെ നിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഏതൊന്നും ശരിയല്ല, വീട്ടിൽ അമ്മൂമ്മയൊക്കെ ഉള്ളത്. എടാ പോലെ എത്ര വയസ്സ് കാണും നിന്റെ അമ്മൂമ്മക്ക്? 76. അങ്ങനെയാണെങ്കിലേ തിമിരം, വെള്ളെഴുത്ത്, മുട്ടുവേന പെട്ടെന്നൊന്നും എണീറ്റ് കിടക്കൂല. എണീറ്റ് കിടന്നാലും കണ്ണും പിടിക്കൂല. സേഫാണ്. എന്ത് സേഫാണെന്ന്? അതല്ലടാ, നിന്റെ അമ്മൂമ്മക്ക് ആ ഷാലോൺ ടി വി വെച്ചെടുത്ത വൈകുന്നേരം വരെ അതി പിടിച്ചിരുന്നോളൂ. പിന്നെ അവള് വന്നത് നിന്റെ അമ്മൂമ്മനെ കാണാനൊന്നും അല്ലല്ലോ. അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലേക്കും കിടക്കാം. എന്ത് കാര്യങ്ങൾ? അതായത് സമയവും സാഹചര്യവും സന്ദർഭമൊക്കെ ഒത്തുവന്ന ഉമ്മ കൊടുക്കാന്നല്ലേ എന്റെ പിന്തുണക്ക്. ഇതല്ല വേറെ ഒരു ചിന്തയില്ല. അതെന്താ ഉമ്മ കൊടുക്കൽ അത്രക്കും വലിയ മോശമാണോ? ലോകമായതങ്ങൾ പലതും നടന്ന പെണ്ണിന്റെ പേരിലാടാ ഹിസ്റ്ററി ഓടിക്കണോടാ. ഹിസ്റ്ററി ഓടാ. ജോർജ് ആണോ മണ്ടൻ, അതോ നമ്മളാണോ മണ്ടന്മാര്? അതെന്താ വിട്ട് നിനക്ക് അങ്ങനെ ഒരു തോന്നല്? ഒന്ന് വീതം 3 നേരം മെസ്സേജ് അയച്ചിട്ട് അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലടി. അന്നത്തെ മണ്ടത്തര ആലോചിച്ച് അവൻ റിഗ്രറ്റ് അടിച്ചിരിക്കും. അവനിങ്ങോട്ട് വിളിച്ചോളൂ, നീ ഒന്ന് അടങ്ങ്. ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ എന്താ പറയാ? നീ ഒന്നും പറയണ്ട, അവനായിട്ട് പറഞ്ഞോളൂ. ആ അല്ലേലും ഈ മസിലളിയന്മാര് ചെറിയ പേടിത്തൂറുകളാണല്ലേ. പിന്നെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ റേഷൻ കടയിൽ പോയോ പച്ചരി മേടിച്ചോന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അവൻ ഇട്ടിട്ട് അവൻ്റെ പാട്ടിനങ്ങ് പോവും. ആ ഉപദേശി പിന്തോനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നീ വെയിറ്റ് ചെയ്യ്, സമയാവട്ടെ. ആ ശരീരത്തിന് ആ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇത് ഇത്ര ഉള്ളൂ ഹൃദയം. നമുക്കിത് പിടിച്ചെങ്കിൽ ഇരിക്കാം. നിന്നൊന്ന് പ്രപ്പോസ് ചെയ്തതല്ലേ, നേരം പോക്കിനൊന്ന് നോക്കിക്കൂടെ? ഫ്രീ ആയിട്ട് ചായയും പഴംപടി കഴിക്കാലോ. മോളുടെ അസുഖത്തിനുള്ള മരുന്ന് കഴിച്ചാൽ മതി. ഇനി ഞാൻ അവൻ്റെ പിന്നാലെ നടന്നിട്ട് കൊടുക്കും. അവനെ ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വല്ല പണിക്കും പോകേണ്ടി വരും. അതെ, ഒരു വളഞ്ഞ വഴിയുണ്ട്. നീ അധികം വളയ്ക്കേണ്ട കാര്യം പറ. നിന്റെ അമ്മൂനോക്കനെ നമുക്കൊരു ഹോം നഴ്സിനെ ഏർപ്പാടാക്കണം. അതും ഇതുമായിട്ട് എന്താ ബന്ധം? അതാവുമ്പോൾ നമുക്ക് ഹോം നഴ്സായിട്ട് അവളെയും കൊണ്ട് വരാല. അതിന് അവളും കൂടെ സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. അതിന് നീ നിന്റെ ഹൃദയം തുറന്നു കാണിക്കണം. അതാവുമ്പോൾ 24/7 368 ഡേയ്സ് 365 എണക്കുരുവികളെ പോലെ പാറിപ്പറന്ന് നടക്കാം. ഒരു പട്ടീനെയും പേടിക്കേണ്ടത്. അവൻ്റെ തൊലി കണ്ടില്ലേ? അവൾ സമ്മതിച്ചില്ലെങ്കിൽ 3 ബെഗ്, 2 ഷവർമ, ഒരു ഹാഫ് കുഴിമന്തി. പുതിയ ഐഡിയ ഉണ്ടാക്കാം. എടാ ഇതിലും ഭേദം ഒരു പോത്തിന് വാങ്ങിച്ചാൽ പറമ്പിൽ കെട്ടിയാ അത് അവിടുത്തെ പുല്ലും തിന്നങ്ങ് വളർന്നോളും. അടുത്ത പെരുന്നാളിന് അതിനെ പിടിച്ച് അറക്കാൻ കൊടുത്താൽ ആ പൈസക്ക് പുതിയ ഐഫോൺ മേടിക്കാം. ഒന്ന് എഴുന്നേറ്റ് പോടാ. ജോർജിനെ കാം ഡൗൺ. ഞാനടാ നിന്റെ പിന്റു. മാസ ശമ്പളം ഒരു 25,000 കിട്ടുമെന്ന് പറയണം. അവള് സമ്മതിക്കും. അതാവുമ്പോൾ വയസ്സാങ്കാലത്ത് എൻ്റെ അമ്മൂമ്മക്ക് ഒരു നേരം പോക്ക് പോകും. പിന്നെ നേരത്തെ പറഞ്ഞ 24/7 365 അതും പോരാഞ്ഞ് ഗൾഫിൽ നിന്ന് നിൻ്റെ അമ്മ അയച്ചതിന് 25,000. അതിൽ നിന്ന് ഒരു 10,000 നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റാം. ഈ ഐഡിയ എങ്ങനെയുണ്ട്? അവസാനം പറഞ്ഞാൽ ഗുഡാണ്. എന്നാലും ഹോം നഴ്സായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ ഈ ഐഡിയ വർക്കൗട്ട് ആവില്ല, സീനാവും. അമ്മൂമ്മയുടെ അവസ്ഥ എന്താണ്? പൊതുവേ ഉറക്കം കുറവാണ്. പതിയെ വടികുത്തിയൊക്കെ നടക്കും. TV ആണ്. ഭക്തി അല്പം കൂടുതലാണ്. ബാക്കി സമയം റീൽസ് കാണലാണ് പ്രധാന എൻ്റർടൈൻമെൻറ്റ്. ഇഷ്ടഭക്ഷണം പിസ്സ, ബർഗർ, അവക്കാഡോ ഷേക്ക് ഇതൊക്കെ സ്വയമേ ആവശ്യത്തിന് ഓർഡർ ചെയ്ത് കഴിച്ചോളും.
എന്നിട്ടും സമയം ബാക്കിയുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള സകലമായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലും കമൻറ്റ് ഇട്ടോളൂ. സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ്, ഒന്നും നടക്കൂല. നിന്റെ മമ്മി ഇത്ര ഹെൽത്തി നീ എന്നാ നേരത്തെ പറയാഞ്ഞത്? സെഞ്ചുറി കഴിഞ്ഞ് പോകട്ടാ. സീരിയസ് ആവാം. ഇനിയെങ്കിലും നീ അവളെ മീറ്റ് ചെയ്തില്ലെങ്കിൽ അവൾ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു തൻ്റെ ഒപ്പം ഇറങ്ങി പോകട്ടാ. ഈ ഈഗോം താങ്ങി പിടിച്ച് കണ്ട് ഫോൺ എടുത്ത് വിളിക്കവളാ. വിളിക്കാല്ലേ? എടി ഈ യെല്ലോ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിടി. ഇത് ഞാൻ എടുത്തോട്ടെ? പൊടി ഇവിടുന്ന് എനിക്ക് എല്ലോട്ടെ പോകണം. നീ പോയി, എനിക്ക് നല്ല ഷെയ്ഡുമല്ലോ. നീ ഗ്രീൻ എടുത്തോ? എനിക്ക് യെല്ലോ പ്ലീസ് എടി. ഇല്ല 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 ഇല്ല, പോയി പോയി. ദേടി ജോർജ് വിളിക്കണു. ആലോചിക്കേണ്ട അടുത്ത് സംസാരിക്കാൻ പെട്ടെന്ന്. ഹലോ. ഹലോ റിമ, ഞാനാണ് ജോർജ്. ആ ജോർജ്, തിരക്കൊക്കെ കഴിഞ്ഞോ? ആ ഏതാണ്ട്. റിമ തിരക്കിലാണോ? അല്ല, ജോർജ് പറഞ്ഞോളൂ. ഫ്രീ ആണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഒന്ന് മീറ്റ് ചെയ്താലോ? ആക്ച്വലി ഫ്രീ ആണ്, ബട്ട് പുതിയ ഹോസ്റ്റൽ നോക്കാൻ വേണ്ടിയിട്ട് 1-2 അടുത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്താലോ? മതി, തിരക്കില്ല. ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിച്ചോളാം. ഇവിടെ നിന്റെ വർത്തമാനം കേട്ടിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള LIC ഗോപി വിളിക്കണ പോലെ ഉണ്ട്. ആണോ? നിന്റെ ഈ മാസിൽ കൊടുത്തൊക്കെ നിർത്തിയിട്ട് ഒന്ന് സ്വീറ്റായിട്ട് സംസാരിക്കടാ. എടാ അവൾക്ക് പുതിയ ഹോസ്റ്റൽ കാണാൻ പോകണമെന്ന്. അപ്പം തന്നെ ബൈക്ക് എടുത്ത് കൂടെ ചെല്ലാന്ന് പറയണ്ടേ? എടാ അങ്ങനെ പറഞ്ഞാൽ അവൾ വേറെ എന്തെങ്കിലും വിചാരിച്ചാലോ? എന്ത് വിചാരിക്കാൻ? ഈ നാട്ടിലെ റോഡിൽ മുഴുവൻ കുഴിയാന്ന് നമുക്കറിയാലോ. അല്ലാണ്ട് വേണമെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൂടി ഓടിക്കണമല്ല. എന്നാ തിരിച്ചു വിളിച്ചാലോ? എൻ്റെ പൊന്നു ജോർജ്, അവളെ കെയർ ചെയ്യണമെന്നുള്ളൊരു തോന്നലൊക്കെ ഒക്കെ ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇതിലേക്കുള്ള ഇത് വന്നത്. ശരിക്കും നിന്റെ ബുദ്ധി കുണ്ടിയിലാണ്. എനിക്ക് കുണ്ടിയില്ലല്ലോ. ആ ഇപ്പം കറക്റ്റായി. പുതിയ ഹോസ്റ്റൽ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്കാണോ ഒരു കൂട്ടിന് കൂടെ വരണമെന്നോ ഒന്നും ചോദിച്ചില്ല. എന്താടി ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ? എൻ്റെ പൊന്നു മോളെ, ആകുമ്പത്തെ ടോട്ടൽ ഒരു 10 മിനിറ്റ് പോലും നീ അവൻ്റെ ഒരു സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് ഒലിച്ചിറങ്ങല്ലേ, സമയാവട്ടെ. ആ ശരി സാറേ, പണ്ടൊന്ന് ബ്രേക്കപ്പ് ആയപ്പോൾ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടി ഇത് വെറുതെ എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കണ്ട. അന്ന ബുദ്ധി ഇറക്കാത്ത പ്രായം. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യം ചെയ്യണത്. അവസാനം എനിക്ക് പണിയാവരുത്. ഞങ്ങൾക്ക് പണിയില്ല. അപ്പോൾ നിനക്ക് ഞാൻ കൊണ്ടുവരുന്ന പെൺകുട്ടികൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് വന്നത്. അവരിനി ഞങ്ങളുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. സിൽവസ്ട്രേ, അവരിവിടെ സേഫായിരിക്കും. മമ്മി സത്യം അല്ലേ? നിങ്ങളുടെ പഴയ കഥകളൊക്കെ അവരോട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം പോരാ. സിൽവി, ഡോണ്ട് ബി സില്ലി. ഇറ്റ്സ് നോട്ട് ഫെയർ. ഇറ്റ്സ് നോട്ട് ഫെയർ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ പെൺകുട്ടികളില്ലേ എൻ്റെ മക്കളെ പോലെ. നീ ഞങ്ങൾക്കൊരു മോനെ പോലെ അല്ലടാ. അപ്പം നിന്റെ മക്കള് ഞങ്ങൾക്കാരാ? നേസ്. പക്ഷെ നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഷേഡി ഫീലാണ്. അത് ഈ പ്രായവരല്ലേ, അതിൻ്റെയാണ്. കുറച്ച് കഴിയുമ്പോൾ നിന്റെ മുഖത്തും വന്നോളും. നീ കാര്യത്തിലേക്ക് വാ. സിൽവസ്ട്രേ, നീ ധൈര്യമായിട്ട് അവൻ ഇങ്ങോട്ട് അയച്ചോ. ഫ്രീ വൈഫൈ, ഫ്രഷ് എയർ, ഫ്രഷ് ജ്യൂസ്, ചിൽ വാട്ടർ, AC ആൻഡ് ഫൈനലി എൻജോയ്മെന്റ്. ആ എൻജോയ്മെന്റ് ആണ് പ്രശ്നം.